ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അടുക്കളയിൽ നമ്മളുടെ ജോലി ഭാരം കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കിച്ചണിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമല്ലോ. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അതായത് ഒരു ഉണക്കമീനിൻ്റെ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലോട്ട് ഫിഷ് നമുക്ക് അന്നേക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് മാത്രം എടുത്തു വെക്കുക. അതിനുശേഷം ഇതുപോലെ നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. അങ്ങനെയാകുമ്പോൾ 1 മാസം വരെയൊക്കെ നമുക്ക് ഒരു കേടും കൂടാതെ തന്നെ ഈ ഫിഷ് അതേ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നും നെയ്യ് നമ്മൾ കോരി മാറ്റാറുണ്ടല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കോരി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാല് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുന്ന ടൈമിൽ നമ്മൾ സ്പൂണിട്ടിട്ട് ഇളക്കി കൊടുത്താലും തിളപ്പിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂണൊന്നിട്ട് ഇളക്കാതെ നമ്മൾ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം 1-2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പാലിൻ്റെ മുകളിലുള്ള നെയ്യൊക്കെ മുകളിൽ തെളിഞ്ഞിട്ട് ഒരു പാട പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നിഷ്പ്രയാസം ഇത് കോരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കോരിയെടുക്കുന്ന നെയ്യ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. കിച്ചണിൽ കൗണ്ടർ ടോപ്പ് ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഇതുപോലെ പാത്രത്തിലോട്ട് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ എന്നും നമുക്ക് ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഡെയിലി ഒരു തവണയൊക്കെ നമുക്ക് വൃത്തിയാക്കിയാൽ മതിയാവും. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. ഇനി നാലാമത്തെ ടിപ്പാണ്. നമ്മൾ അധികമായിട്ട് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിന് 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയുടെ കാനിലോട്ട് 2-3 ടേബിൾ സ്പൂണ് കല്ലുപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ പറ്റും. വെളിച്ചെണ്ണ തീർന്നു കഴിഞ്ഞാൽ കാനിൽ ഉപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ കാനൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അടുത്ത ടിപ്പാണ്. നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അധികമായി പോവാറുണ്ട്. എന്നാൽ നമ്മളൊരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും മുകൾ വശം ഹാർഡായിട്ട് നമുക്ക് പിന്നീട് അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ്. ബാക്കി വന്ന ചപ്പാത്തി മാവ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞാലും ഒരു കേടും കൂടാതെ തന്നെ നമുക്കിത് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇനി ചപ്പാത്തി മാവൊക്കെ കൂടുതലായിട്ട് വരുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടല്ലോ, ഒട്ടും തന്നെ മുകൾ വശം ഹാർഡായിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആറാമത്തെ ടിപ്പാണ്. നമ്മൾ വാങ്ങിക്കുന്ന എഗ്ഗ് ഫ്രഷ് ആണോ ഓൾഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തതിന് ശേഷം എഗ്ഗ് ഓരോന്നായിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കി നോക്കുക. വെള്ളത്തിൻ്റെ അടിയിലാണ് എഗ്ഗ് നിൽക്കുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എഗ്ഗാണ്. ഇനി ഇതുപോലെ മുകളിൽ പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ എഗ്ഗ് മോശമായതാണ്. ഇനി ടിപ്പ് നമ്പർ 7 എന്താണെന്ന് നോക്കാം.
നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ പാനിൽ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഓയിൽ ഒഴിച്ച ടൈമിൽ ആദ്യം തന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫിഷ് ഫ്രൈ ചെയ്യാനിട്ടാൽ ഒട്ടും തന്നെ പാനിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇരുമ്പ് ചീനച്ചട്ടിയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ടിപ്പ് നമ്പർ 8 ആണ്. നമ്മൾ മാങ്ങ സീസൺ ആകുമ്പോൾ കൂടുതലായിട്ട് മാങ്ങ കിട്ടുന്ന ടൈമിൽ മാങ്ങ അച്ചാർ, അതുപോലെ മാങ്ങ ഉപ്പിലിട്ടത് ഇവയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലോ. അപ്പോൾ 2-3 മാസമൊക്കെ മാങ്ങ ഉപ്പിലിട്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു വെളുത്ത നിറത്തിലുള്ളൊരു പൂപ്പൽ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ് ഇന്ന് ഞാൻ പറയുന്നത്. മാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്ത ടൈമിൽ നന്നായിട്ടൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും ഒപ്പിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിടുന്ന പാത്രവും അതുപോലെ മാങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുപ്പിയും ഒട്ടും തന്നെ വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്ത മാങ്ങ കുപ്പിയിലോട്ട് ഇട്ടതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പൊടിയുപ്പ് ഇട്ട് കൊടുക്കരുത്, കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരം നമ്മൾ അടച്ചു വെക്കണം. ഈ ടൈമിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് പൂർണ്ണമായിട്ടും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നോർമൽ വാട്ടറിലായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെയൊക്കെ ഒരു പൂപ്പലും ഇല്ലാതെ നമുക്ക് മാങ്ങ ഉപ്പിലിട്ടത് യൂസ് ചെയ്യാം. ഇനി അവസാനത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എന്ത് കുടിക്കാൻ കൊടുക്കും, അവർക്ക് ഉച്ച ടൈമിലൊക്കെ എങ്ങനെ കോഫി കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ്. നമ്മളെന്നും ക്യാരറ്റ് വാങ്ങിക്കാറുണ്ട്, അതുപോലെ പപ്പായ പലരുടെയും വീട്ടിലുണ്ടാവും. അതൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കുറേശ്ശെ ക്യാരറ്റ് അല്ലെങ്കിൽ കുറച്ച് പപ്പായ ഇവയൊക്കെ എടുത്തിട്ട് വേവിച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ കിടിലൻ ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാം. ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ മിൽക്കും ഷുഗറും അതുപോലെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ ജ്യൂസ് റെഡിയാവും. അതുപോലെ പപ്പായ ആണെങ്കിലും വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മിൽക്കും ഷുഗറും ചേർത്ത് കഴിഞ്ഞാൽ കിടിലൻ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ടിപ്സുകൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.